അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ,
എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് എന്തുമാത്രം കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുവോ അത്രയും നമുക്ക് പുനരുദ്ധാനത്തിൻ്റെ ശക്തി ലഭിക്കും. ശരിക്കും നമ്മുടെ സഭയിൽ വന്നിരിക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥ എന്താണെന്നറിയാമോ? നമ്മൾ ഈ നോൻപിന് നോൻപ് തുടങ്ങുമ്പോൾ തന്നെ കുരിശും പിടിച്ച് പറമ്പിലേക്ക് ഇറങ്ങും. പിന്നെ കുരിശിൻ്റെ വഴി യാത്രകളെല്ലാം നമ്മൾ പാപപരിഹാരത്തിനായിട്ട് നടത്തും. അത് ആത്മാർത്ഥത്തോടെ തന്നെ നമ്മൾ ചെയ്യണത്. അതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയ വ്യാഴാഴ്ചയ്ക്ക് വരുമ്പോൾ അന്നത്തെ പരിശുദ്ധ കുർബാന സ്ഥാപനവും അത് വലിയ ഭക്തിനിർഭരമായ അഭിഷേക നിറയണ ഒരു ആഘോഷമാണ്. പിന്നെ അന്നത്തെ അന്നത്തെ ആരാധന അതായത് നമ്മൾ അച്ചടക്കത്തോടുകൂടിയാണ് നമ്മളെല്ലാം ചെയ്യണത്. പിന്നെ ദുഃഖവെള്ളിയാഴ്ച പറയാനും വേണ്ട. ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ദുഃഖവെള്ളിയാഴ്ച മണ്ണിപ്പോലും പിള്ളേരെ കൊണ്ട് വരച്ചാൽ അപ്പന്മാർ ഓടിച്ചു വരുന്നു. മണ്ണി വരച്ച ചോര, കർത്താവിൻ്റെ ചോര വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും നമ്മളെ. ഇത്രയും ഭവ്യതയോടെയാണ് ദുഃഖവെള്ളിയാഴ്ച എല്ലാം പാലിച്ചു പോകുന്നത്. പള്ളിയിലാണ് ചെല്ലുമ്പോൾ അതിനേക്കാൾ ഭീകരമായ, അതിനേക്കാൾ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ. കുരിശുമുത്തലൊക്കെ വല്ലാത്ത അനുഭവങ്ങളാണ്. ആ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണത്. പിന്നെ നഗരി കാണിക്കൽ, ഇതെല്ലാം കൂടി വന്നിട്ട് ഇതെല്ലാം മാർഗങ്ങളാണല്ല, വഴികൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. പക്ഷേ നമ്മൾ ലക്ഷ്യമില്ലേ, ലക്ഷ്യം ശിവാക്കി കളയും. ലക്ഷ്യം എന്താ? ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഈ വഴികളെക്കാളും മനോഹരമായിട്ട് ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. പള്ളികളിലായാലും വീടുകളിലായാലും. നമുക്ക് ക്രിസ്മസ് അല്ലേ വരുത്, പക്ഷേ ക്രിസ്മസ് അല്ലല്ലോ വിശ്വാസപരമായിട്ട് വരുന്നത്. കർത്താവിൻ്റെ തിരുവുദ്ധാനമല്ല വലുത്. സഭയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടേണ്ടത് കർത്താവിൻ്റെ തിരുവുദ്ധാനമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ തിരുവുദ്ധാനം നമ്മൾ ആചരിക്കണം. ഞാൻ ഉയർപ്പിൻ്റെ ഒരു ഉപാസകനാണ്. ഞാനെപ്പോഴും കാര്യം എനിക്കതിനെക്കുറിച്ച് ഈ സെമിനാറിലൊക്കെ പഠിക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറയണത് ഞങ്ങളെ ഈ ക്രിസ്റ്റോളജി ഭയങ്കര ഒരു സബ്ജക്റ്റാണ്. എനിക്ക് ഫീൽ ചെയ്ത ഏറ്റവും നല്ല സബ്ജക്റ്റ് ക്രിസ്റ്റോളജിയാണ്. ക്രിസ്റ്റോളജിയിലാണ് നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ റിസറക്ഷനെക്കുറിച്ചും ഒക്കെ പഠിക്കണത്. പിന്നെ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ബേസ്മെൻറ്റ്, സഭയുടെ നിലനിൽപ്പും എല്ലാം തിരുവുദ്ധാനത്തിലാണ്. ഓരോ വ്യക്തികളും ക്രിസ്തുവിൽ വളരാൻ നമുക്കെപ്പോഴും കുരിശിനോടും നമ്മുടെ സഹനത്തോടും കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ സഹനത്തെ കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ താതാമ്യപ്പെടാറുണ്ട് ക്രിസ്തുവിനോട്. പക്ഷെ അവൻ നമ്മളുടെ മരണത്തിൽ മാത്രം താതാമ്യപ്പെട്ടാൽ പോരല്ലോ,
അവൻ്റെ തിരുഉത്ഥാനത്തിലും നമ്മൾ താതാമ്യപ്പെടണ്ടേ? അപ്പോൾ നമുക്കുണ്ടാകുന്ന വിജയങ്ങൾ, നമ്മൾക്കുണ്ടാകുന്ന അതിജീവനങ്ങൾ, തിന്മയെയും അതുപോലെ തന്നെ പാപത്തെയും ജയിച്ച്, അതായത് കഠിനമായ സഹനത്തിലൂടെ പാപ സാഹചര്യങ്ങൾ ജയിക്കണൊക്കെ ഉത്ഥാനമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ തിരുവുത്ഥാനത്തോടാണ് ഐക്യപ്പെടുന്നത്. അപ്പോൾ ഈ പാപത്തിനെതിരെയുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പാപമാണ് വില്ലനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രധാനപ്പെട്ട പ്രമേയം പാപമല്ല, തിരുവുത്ഥാനമാണ് പ്രധാനപ്പെട്ട പ്രമേയം. നമ്മളെപ്പോഴും നമ്മൾ ആരുടെ സാക്ഷിയാണ്? കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാണ്. അതെന്താ കാര്യം? അപ്പോസ്തലന്മാർ ധൈര്യത്തോടെ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർ ഉയർത്തെഴുന്നേക്കുമെന്നുള്ള നല്ല ബോധ്യമാണ്. കാര്യം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ കണ്ടതല്ലേ, അവർ തൊട്ടതല്ലേ, കർത്താവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചതല്ലേ. അപ്പം അതെല്ലാം ഓർക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ആവേശമായിരുന്നു. യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഫിലോമിന. ഞാൻ ഇവിടെ ആലപ്പുഴയിൽ തന്നെ ചെട്ടിക്കാട് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ മാസം 24-ാം തീയതിയാണ്. ഞാൻ ആദ്യം ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ തന്നെ ചിലർക്കെങ്കിലും ഇവിടെ വരുന്നത് ഇഷ്ടമല്ലായിരിക്കുമല്ലോ. ഞാൻ ഇത്ര അടുത്തായിരുന്നിട്ട് പോലും ഇത്രയും വർഷമായിട്ടും 2015 തൊട്ട് ഇവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അച്ഛൻ ഇവിടെ തുടങ്ങിയ സ്ഥാപനമാണെങ്കിലും ഞാനിവിടെ വന്നിട്ടില്ല ഇതുവരെ. എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഈശോയിലും മാതാവിലും വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് ഈ കൃപാസനത്തോട് വളരെയേറെ എതിർപ്പായിരുന്നു. കാരണം എവിടെയെങ്കിലും ഒരു അത്ഭുതം കാണുമ്പോൾ അവിടെ എല്ലാവരും തടിച്ചു കൂടുക സാധാരണമാണ്. അതുകൊണ്ട് തന്നെ എനിക്കും അത് താല്പര്യമില്ലായിരുന്നു, എല്ലാവരെയും പോലെ തന്നെ. പിന്നെ ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് എൻ്റെ മരുമകളുടെ ചേച്ചി അവർ ഇടുക്കി ജില്ലക്കാരാണ്. അവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി തലേ ദിവസം വീട്ടിൽ വന്നു. അപ്പോൾ പിറ്റേ ദിവസം അവർ വെളുപ്പിനെ ഇവിടെ വന്ന് ടോക്കൺ എടുത്തു. അപ്പോൾ എൻ്റെ മരുമോൾക്ക് കൂടെ ഒരു ടോക്കൺ എടുത്ത് അവർ 3 പേര് കൂടെ എടുക്കാൻ വേണ്ടി ഇവിടെ വരാൻ ഒരുങ്ങി. അന്നേരം എന്നോട് ചോദിച്ചു, അമ്മ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോഴവർ പറഞ്ഞു, പറ്റത്തില്ല, അമ്മ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ? അപ്പോൾ പിന്നെ ഇവിടെ ആരുമില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഫുഡൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പോകാം എല്ലാവർക്കും കൂടി ഒരുമിച്ചെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇവിടെ ഒരുമിച്ച് വരുന്നത്. അവർ 3 പേരും ഉടമ്പടി എടുത്തു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തില്ല. ഞാനിവിടെ അവിടെ കസേര വന്നിരുന്ന് കുർബാന കൂടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 2 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇവിടുത്തെ സായാഹ്ന പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി മകൾ ബുക്കെടുത്ത് പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എനിക്ക് ഈ അൾത്താരയിലിരിക്കുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയുടെ രൂപമാണ് എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ മാതാവേ, ഞാനല്ലല്ലോ ഉടമ്പടി എടുത്തത്, ഇവരല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ എന്നെ ഉടമ്പടിയുടെ ഒരു സാക്ഷിയാക്കാൻ വേണ്ടി ഇവിടെ വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ 2023 ഏപ്രിൽ മാസം ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്കൊന്നും ഉടമ്പടിയെക്കുറിച്ച് തന്നെ ഒന്നും അറിയത്തില്ലായിരുന്നു. എന്താണ് ഉടമ്പടി എന്ന് പോലും അറിയാതെയാണ് ഞാനിവിടെ വന്ന് കയറിയത്. പക്ഷേ അച്ഛൻ്റെ 2 മണിക്കൂറത്തെ ക്ലാസ് കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ഉടമ്പടി പത്രിക എടുത്ത് വായിച്ചു നോക്കി. അപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ദൈവമേ, ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഡെയിലി കുർബാന അതെന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ഞാൻ പലവട്ടം ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യമാണത്. പക്ഷേ അത് കഴിഞ്ഞ് കുമ്പസാരം 1 വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ നമ്മൾ കുമ്പസാരിക്കാറുള്ളൂ ഞാൻ. പക്ഷേ ഇത് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം, കുർബാന, ഇതൊന്നും ബൈബിൾ വായന 1 മണിക്കൂർ, അതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പങ്കെടുക്കുന്നു, കുമ്പസാരിക്കുന്നു, 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുന്നു. ഇതെല്ലാം അമ്മയുടെ ഒരനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. അമ്മയുടെ കൃപയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. ആദ്യമായി എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്കൊരു 15 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു മണിക്കൂർ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ എൻ്റെ ശരീരം ചൂടാകും. പിന്നെ എനിക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കത്തില്ല. ഭയങ്കര പുകച്ചിലും വേദനയെല്ലാം ആയിരുന്നു. ഞാൻ അത് ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചിരുന്നു.
ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അതെൻ്റെ ശരീരത്തിൽ നിന്നും ഇല്ലാതായ കാര്യം. 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു യാത്രയുണ്ടായിരുന്നു. ആ യാത്ര ചെയ്ത് വന്നിട്ടും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ, എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ യൂറിനറി ഇൻഫെക്ഷൻ എന്നിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അതറിഞ്ഞത്. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അടുത്തതായി എനിക്ക് എൻ്റെ മകൾക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ ഞാൻ 4 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടായിരുന്നു. 9 വർഷത്തോളം ആയിരുന്നത് എടുത്തിട്ട്. പലിശ ചേർത്ത് ഒരു 7 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് ബാങ്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്കിപ്പോൾ അതടക്കാനുള്ള നിവൃത്തിയില്ല, കാരണം അവൾക്ക് ജോലിയായിട്ടില്ല. അങ്ങനെ എന്നെ അവർ ബാങ്കിലേക്ക് പലവട്ടം വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷേ പുതിയ മാനേജർ വന്നപ്പോൾ നിർബന്ധമായി ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു. ആ മാനേജറുടെ അടുത്ത് ഞാൻ പോയപ്പോൾ ഉടമ്പടി കാശ് രൂപവും ഉപ്പും എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ ആ മാനേജർ എന്നെ ഒരുപാട് മോശമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്ക് ആകെ വിഷമമായി. ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് അവിടെ ഇരുന്നുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി അവരുടെ മേശയുടെ താഴെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഇനി ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 1 വർഷം കൂടെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഹെഡ് ഓഫീസിൽ തന്നെ വിളിക്കുന്നു, നിങ്ങൾക്ക് ഒറ്റ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടാൻ താല്പര്യമുണ്ടോ? അപ്പം നിങ്ങളൊരു എമൗണ്ട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് ഇപ്പോൾ അങ്ങനെ എമൗണ്ട് പറഞ്ഞ് അടക്കാൻ പറ്റത്തില്ല സാറെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാനൊരു തുക പറയാം, നിങ്ങൾക്ക് പറ്റുമോയെന്ന് ചോദിച്ചു. അങ്ങനെ സാറ് 2.5 ലക്ഷം രൂപ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയും തുക പറ്റത്തില്ല, എന്നെക്കൊണ്ടാകാവുന്ന തുക പറഞ്ഞാലേ എനിക്ക് അടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞു, ഞാൻ അവിടുത്തെ ഓഫീസറുമായിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ വീണ്ടും വിളിക്കാം. അങ്ങനെ സാറ് വിളിച്ചിട്ട് വീണ്ടും എന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്തായി ഫിലോമിന, പൈസ അടക്കുന്ന കാര്യം? ഞാൻ പറഞ്ഞു, സാറേ, അത്രയും പൈസ അടക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ടൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, അപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, 1.5 എനിക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാറ് വീണ്ടും വിളിച്ചു, ഞാൻ ഒന്നും കൂടി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. 3-ാം വട്ടം വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, 1.30 കുറച്ചിട്ടുണ്ട് ഫിലോമിന, അത് എനിക്ക് അടക്കാൻ പറ്റുമോ? അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ, എനിക്ക് 2 പ്രാവശ്യം ഇട്ടാണെങ്കിൽ ഞാൻ ഈ തുക അടക്കാം. അപ്പോൾ ഈ ഓഗസ്റ്റിൽ 1 അടച്ചു കഴിഞ്ഞ് സെപ്റ്റംബറിലൂടെ അടച്ചിട്ട് ഞാൻ തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അത് പറ്റത്തില്ല, അടക്കുവാണെങ്കിൽ ഒരു ഡേറ്റിന് തന്നെ ഈ തുക മുഴുവൻ അടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, ഞാനതുകൊണ്ട് പണയം വെച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഗോൾഡ് പണയം വെച്ചിട്ട് കിട്ടിയത് 1.25 ലക്ഷം രൂപയായിരുന്നു. ആ 1.25 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ബ്രാഞ്ചിൽ കൊണ്ടുപോയി പൈസ അടയ്ക്കൂ. പൈസ അടച്ചിട്ട് അവിടെ മാനേജറിന് ഒരു അപേക്ഷ വയ്ക്കണം. ആ അപേക്ഷയിൽ നിങ്ങളിങ്ങനെ പറയണം, ഇത്രയും തുകയും നിങ്ങൾ അടച്ച് നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് NOC കിട്ടുന്നതായിട്ട് അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാനേജർക്ക് അപേക്ഷ എഴുതി. അപ്പോൾ മാനേജർ എന്നോട് ചോദിച്ചു, നിങ്ങളോട് 1.30 പറഞ്ഞത്? അപ്പം ഞാൻ പറഞ്ഞു, അതെ. അപ്പം ഞാൻ സാറിനെ വിളിച്ചിരുന്നു, എന്നോട് ഉള്ള പൈസ അടച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ അപേക്ഷ മേടിച്ച് വെച്ചിട്ട് പറഞ്ഞു, ഞാനിത് ഹെഡ് ഓഫീസിലേക്ക് അയക്കാം, നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. 1 മാസം ആയപ്പോഴേക്കും എന്നെ വിളിച്ചേച്ചും പറഞ്ഞു, നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് NOC വന്ന് വാങ്ങിച്ചോ. 7 ലക്ഷം രൂപ പറഞ്ഞ ഈ ലോൺ 1.25 ലക്ഷം രൂപയ്ക്ക് ക്ലോസ് ചെയ്ത് എനിക്ക് NOC തന്നു. ഇത്രമേൽ കൃപയ്ക്ക് മേൽ കൃപ ചൊരിഞ്ഞു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി ഇതെൻ്റെ ഹസ്ബൻഡാണ്. പുള്ളി 3 വർഷമായിട്ട് സൗദിയിലായിരുന്നു. പുള്ളിക്ക് അവിടെ ഒരു ഷോപ്പുണ്ടായിരുന്നു, ടൈലറിങ് ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചെന്നിട്ട് അവിടെ ഒരു ഷോപ്പ് ഇടേണ്ടി വരുമ്പോൾ നല്ലൊരു തുക കടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ചത്ര വർക്കൊന്നും അവിടെ കിട്ടിയിരുന്നില്ല. കാരണം കിട്ടിയാൽ തന്നെ അവർക്ക് അവരുടെ മെസ്സ്, റൂം വാടക, ഫുഡിൻ്റെതും റൂം വാടക, കടവാടക, റൂമിൻ്റെ കറണ്ട് ചാർജ്, പിന്നെ സ്പോൺസർക്ക് കൊടുക്കേണ്ട പൈസ, അങ്ങനെയുള്ള ഒത്തിരി പൈസ ചിലവുണ്ടായിരുന്നു. അതിനുള്ള തുക മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. വീട്ടിലേക്ക് 1 രൂപ പോലും ഇതുവരെ 3 വർഷമായിട്ടും അയക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഇന്ന പോലെ ഒരു കാര്യമാണെന്നും പറഞ്ഞ് അച്ഛനെ ഞാൻ കണ്ടു. അച്ഛൻ എന്നോട് പറഞ്ഞു,
അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഉടമ്പടി സത്യമാണെങ്കിൽ അമ്മ എനിക്കൊരടയാളം അച്ഛൻ്റെ വായിൽ നിന്നും കേൾക്കണം, നിൻ്റെ ഉടമ്പടി ശരിയായ രീതിയിലാണെന്നുള്ളത്. എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് അച്ഛൻ എടുത്തു തരണം. ഇവിടെ പലരും പറയാറുണ്ട്, അച്ഛൻ തലയിൽ കല്ല് വെച്ചിട്ട് പ്രാർത്ഥിച്ച് ഒന്നും മിണ്ടത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സാക്ഷ്യങ്ങളിലെല്ലാം. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കുരിശ് വെച്ചിട്ട് അപ്പുറത്തെ ആളുടെ അടുത്തോട്ട് പോയപ്പോഴേക്കും എന്നോട് ചോദിച്ചു, എന്താടി മോളെ എന്ന് ചോദിച്ചു അച്ഛൻ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ പോലെയാണ് കാര്യമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഈ ഡിസംബർ, ഞാൻ സെപ്റ്റംബറിലാണ് വരുന്നത്, ഡിസംബറിനുള്ളിൽ നിൻ്റെ കാര്യം നിനക്ക് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഒക്ടോബർ മാസം മല റാലി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് അവിടെ നിന്ന് എന്നോട് വിളിച്ചു പറയാണ്, നമ്മുടെ കട കച്ചവടമായി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തിനും അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. അവിടുത്തെ ആ കടങ്ങൾ ഞങ്ങൾക്ക് വീട്ടാൻ സാധിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ സാധിച്ചതിനെ ഓർത്ത് ഞങ്ങൾ 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ അമ്മയുടെ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുവാൻ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത്, പത്രം കൊണ്ടുപോയി വണ്ടാനം മെഡിക്കൽ കോളേജിൽ എല്ലാ രോഗികൾക്ക് കൊടുക്കും. അപ്പോൾ ചെല്ലുമ്പോൾ അവർക്ക് തൈലമിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യമായവർക്ക് ഉപ്പ് കൊടുക്കും, കാശ് രൂപ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് ആവശ്യമുള്ള അരി, പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഡയപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെറിയ സാമ്പത്തിക സഹായങ്ങൾ മറ്റുള്ളവർ ചോദിക്കുവാണെങ്കിൽ കൊടുക്കും. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സങ്കീർത്തനം 18:35 വചനമാണ്. ഫിലോമിന വർഗീസ് എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്നും ഈശോയും അമ്മയും തൻ്റെ കരങ്ങൾ കൊണ്ട് താങ്ങി നിർത്തുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. ഈ മകൾ പറഞ്ഞതുപോലെ കൃപാസനത്തിൻ്റെ മുറ്റത്തുള്ള മക്കളാണിവർ. സ്വന്തം ചേച്ചി ഇടുക്കിയിൽ നിന്ന് വന്ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഈ സഹോദരി വിളിച്ചപ്പോൾ മകൾ പറഞ്ഞത്, എനിക്ക് ഫുഡ് ഉണ്ടാക്കണമെന്നുള്ളൊരു മെയിൻ എക്സ്ക്യൂസാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ചേച്ചിയുടെ നിർബന്ധപ്രകാരവും മരുമകളുടെ പറഞ്ഞതിന് പ്രകാരവും ആയി ഈ സഹോദരി ഇവിടെ വരികയും പ്രാർത്ഥിച്ചു പോവുകയും ചെയ്തു. ഈശോയും അമ്മയും അറിയാതെ ഇവിടെ ആരും കാല് കുത്താറില്ല. അമ്മ തിരഞ്ഞെടുത്തവരെ, അമ്മ വിളിച്ചവരെയാണ് കൃപാസനത്തിൻ്റെ ഈ സന്നിധിയിൽ അമ്മ കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ അന്ന് വൈകുന്നേരം തന്നെ ഈ സഹോദരിക്ക് കൃപാസനത്തിലേക്ക് പോരുവാനുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു. വന്നുപോയി, പ്രാർത്ഥിച്ചു പോയി. പക്ഷെങ്കിൽ വൈകുന്നേരം അമ്മയുടെ രൂപമാണ് വീണ്ടും വീണ്ടും മനസ്സിൽ തെളിഞ്ഞു വന്നത്. പിന്നീടാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ ആത്മീയ ജീവിതത്തിൻ്റെ വാതിൽ തുറന്ന് ഈശോയും അമ്മയും ഈ മകളെ അനുഗ്രഹിക്കുന്നത്. ഒരാത്മീയതയുടെ ഒരു ജീവിതത്തെ പറ്റിയാണ് ആദ്യം പങ്കുവച്ചത്. കുർബാനയൊന്നും അധികമില്ലായിരുന്നു. ഒരു സാധാരണ ക്രിസ്ത്യാനിയെ പോലുള്ളൊരു ജീവിതം. വർഷത്തെ 2 പ്രാവശ്യം കുമ്പസാരിക്കും. കുർബാന ആഴ്ചയിൽ കൂടിയാൽ കൂടി. അങ്ങനെ ബൈബിൾ വായനയൊക്കെ ഒരു അത്ര റെഗുലർ അല്ലായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു നല്ല ഒരു ആത്മീയ ജീവിതത്തിലേക്കാണ് ഈ മകളുടെ ഒരു ഉയർച്ച. താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ വലത് കൈയുടെ ആ സ്നേഹവും ആ അനുഗ്രഹവും ലഭിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിച്ചത് അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലെത്തിയപ്പോഴാണ് അമ്മയുടെ ആ സ്നേഹവും വാത്സല്യവും മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് ഒരു വലിയ ഒരു ആത്മീയ ഉയർപ്പായിരുന്നു. കുർബാനയ്ക്ക് പോകുവാനും കുമ്പസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈശോയോടും അമ്മയോടും കൂടുതൽ സ്നേഹിക്കുവാനുമുള്ള ആ ഉണർവാണ് ഈ മകൾക്ക് ലഭിച്ചത്. അതാണ് ആദ്യമായി സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീടായിരുന്നു മറ്റു കാര്യങ്ങൾ പറഞ്ഞത്. ഉടമ്പടിയിലൂടെ ഓരോ മക്കളെയും ഒരു ആത്മീയ ജീവിതത്തെ യാത്രയിലേക്കാണ് അമ്മ നമ്മളെ വിളിക്കുന്നത്. ഒരു ജീവിതയാത്ര, ധൈര്യമില്ലാതെ, ഭയപ്പെടാതെ, പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും എല്ലാത്തിനും ഒരു വഴിയുണ്ട്. അമ്മ കയ്യിൽ പിടിച്ചാൽ, അമ്മയുടെ കരം പിടിച്ചാണെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾക്ക് ഉടമ്പടിയിൽ ലഭിക്കുന്ന ധൈര്യം. ആ ധൈര്യത്തിൽ മുകളിലാണ് ഈ മകൾ ഉടമ്പടി ജീവിതയാത്ര ആരംഭിച്ചത്. പിന്നീടുണ്ടായിരുന്നത് രോഗസൗഖ്യമായിരുന്നു. യൂറിനറി ഇൻഫെക്ഷനായിരുന്നു. പക്ഷെങ്കിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഉടനെ തന്നെ പരിശുദ്ധ അമ്മയാണ് ഇടപെട്ട് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്.
പിന്നീടുണ്ടായിരുന്ന ഒരു വലിയ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യമാണ് പങ്കുവച്ചത്. അതായത് 4 ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്നെടുത്തു. ഇൻട്രസ്റ്റ് കൂടി 7 ലക്ഷത്തോളമായി. പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് 7 ലക്ഷം 1.25 ലക്ഷമായിട്ട് കുറച്ച് കൊടുത്തത്. അത് ഈശോയുടെ അമ്മയുടെ അനുഗ്രഹമല്ലാതെ വേറെന്ത് പറയാൻ. പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നെങ്കിലും, പല വ്യക്തികളും പല തടസ്സങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഈശോയും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ആ എഡ്യൂക്കേഷൻ ലോൺ വളരെ കുറച്ചായിട്ട് തന്നെ കൃപയിൽ മേൽ കൃപ കൊടുക്കുന്ന ഒരു ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ദൈവമാണ് ഇവരുടെ കാര്യം ഏറ്റെടുത്തത്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ ഇവരെ വലിയ രീതിയിലാണ് അനുഗ്രഹിച്ച് കടം വീട്ടുവാനായിട്ട് സഹായിച്ചത്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു കടയുടെ കാര്യമായിരുന്നു. സൗദിയിലെ ഒരു കടയായിരുന്നു. ആ കട വിൽക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹവും വാങ്ങി. അച്ഛൻ പ്രാർത്ഥിച്ച് പോയതിന് ശേഷമാണ് ഇവർക്ക് ആ കട വിൽക്കുവാൻ സാധിച്ചത്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഇടപെടലും, സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഉടമ്പടി എടുത്ത ഉടനെ വളരെ താമസിച്ചാണ് ഈ മകൾ ഉടമ്പടിയിലേക്ക് വന്നത്. പക്ഷെങ്കിൽ വിശ്വാസം തീഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകളുടെ ഓരോ കാര്യവും ഈശോയും അമ്മയും ഏറ്റെടുക്കുന്നതായിട്ട് നാം കാണുന്നത്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വേദനയോടെ കണ്ണീരോടെ നമ്മൾ വരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര വർഷങ്ങളുള്ള രോഗമാണെങ്കിലും എല്ലാം സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. 15 വർഷമുണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷനാണ്. ഉടമ്പടി എടുത്ത ഉടനടി ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തോടെ രോഗസൗഖ്യം ലഭിച്ചത്. കടയുടെ കാര്യം പറഞ്ഞതും അതും ഒക്ടോബർ മാസം ജപമാല റാലിയിൽ പങ്കെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെയാണ് കച്ചവടമായത്. നവംബർ 19 തീയതിയാണ്. അച്ഛൻ പറഞ്ഞത് ഡിസംബർ ആകുമ്പോഴത്തേന് അത് വിൽക്കുവാൻ സാധിക്കുമെന്നാണ്. ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലതു കൈ നമ്മെ താങ്ങി നിർത്തുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. അവിടുത്തെ വാത്സല്യമാണ് നമ്മെ വലിയവരാക്കുന്നത്. എന്തു തന്നെ പ്രതിസന്ധികളായാലും പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ എല്ലാം ആ പ്രതിസന്ധികളുടെ നടുവിലും നമ്മളെ കരം പിടിച്ച് നയിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ് നമ്മളെ ജീവിതത്തിൽ കൂടുതൽ ധൈര്യപ്പെടുത്തുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ടാണ് നാം ഉയരുന്നത്. കൃപാസനം ആത്മീയത നമ്മെ വിശ്വാസം വഴി പരിശുദ്ധിയിലേക്കും ദൈവസ്നേഹത്തിലേക്കുമാണ് വളർത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ തളരുമ്പോൾ അവിടുത്തെ വലതു കൈ നമ്മെ താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിജയത്തിൽ എല്ലാം അവിടുത്തെ കൃപയാണെന്ന് പറഞ്ഞ് നന്ദി പറയാം. ഉടമ്പടി ജീവിതം തീഷ്ണതയോടെ വിശ്വാസത്തോടെ കൂടുതൽ ആത്മീയതയോടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫിലോമിന വർഗീസിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾ ശംശായിക സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ എന്നെ എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സജ്ന. ഞാൻ വരുന്നത് വടക്കേക്കര സെൻറ്റ് മേരീസ് ഇടവക ദേവാലയത്തിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 26, 2025 ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ ആ സമയം +2 കഴിഞ്ഞ് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ കൂടെ. ചേച്ചി നഴ്സിംഗ് ഫൈനൽ എക്സാം ഭയങ്കര ടഫായിട്ട് ഉടമ്പടി പ്രാർത്ഥിച്ച് നല്ല മാർക്കോടുകൂടെ പാസ്സായി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഞാനത്ര വലിയൊരു വിശ്വാസിയോ മാതാവിൻ്റെ വലിയൊരു വിശ്വാസിയോ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് അങ്ങനെ ഉടമ്പടി എടുക്കാൻ വന്നതാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 3 ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. മാർച്ച് 29 എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം വെച്ച്. അതിനുശേഷം ഏപ്രിൽ 9 വെച്ച് ബാംഗ്ലൂർ വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ 2 എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ കാശൂപം ഞാൻ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കും, പിന്നെ തൈലം നെറ്റിയെ തൂക്കും, അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. ഏപ്രിൽ 9 എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് എനിക്ക് ആദ്യം വന്നു.
ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു, ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നവരെല്ലാം മാതാവിൻ്റെ ഓരോ പ്രസൻസ് കിട്ടി, അങ്ങനെ ഓരോ അടയാളങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം തരണം, എങ്കിലും ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 9 ഞാൻ എക്സാമിന് വേണ്ടി ബാംഗ്ലൂർക്ക് പോകുന്ന അന്ന് രാത്രി മാതാവിന് എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനും മാതാവും എൻ്റെ വീടിൻ്റെ ആ ഒരു പരിസരത്ത് നിൽക്കുന്നതായിട്ടായിരുന്നു ഞാൻ സ്വപ്നം കണ്ടത്. അപ്പോൾ എനിക്ക് എന്തായാലും വിശ്വാസമായി ഞാൻ എക്സാം പാസ്സാവും, എന്താണെങ്കിലും ഞാൻ പാസ്സാവും. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നു, ഞാൻ ആ എക്സാം പാസ്സായി. പക്ഷേ അതിന് മുമ്പ് മാർച്ച് 29 ഞാൻ എഴുതിയ എക്സാം ഞാൻ പാസ്സായില്ല. ഒന്നാമത് എനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അപ്പം തന്നെ എൻ്റെ വിശ്വാസം പകുതി കുറഞ്ഞു. ഇപ്പം നേരത്തെ എക്സാം എഴുതിയത് അത് എനിക്കറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ പാസ്സായതായിരിക്കാം എന്നൊരു തോന്നലേക്ക് അപ്പം തന്നെ ഞാൻ പോയി, എനിക്ക് വലിയ വിശ്വാസം ഇല്ലാഞ്ഞുകൊണ്ട്. പക്ഷേ എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തിനാ വിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാനൊക്കെ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ജൂൺ പിന്നെ ഓഗസ്റ്റ് ഈ 2 മാസവും ഞാൻ 2 മൊഡ്യൂൾ എക്സാം എഴുതി. പക്ഷേ ഈ 2 ഞാൻ പാസ്സായില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി തൈലമൊക്കെ ഉപയോഗിച്ച് കാശുവൊക്കെ കൊണ്ട് തന്നെയാണ് പോയത്. പക്ഷേ ഇത് 2 ഞാൻ പാസ്സായില്ല. അപ്പം ഞാൻ എൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഉടമ്പടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉടമ്പടി വർക്കൗട്ട് ആകാത്തതല്ല, വർക്കൗട്ട് ആകുന്നുണ്ട്. എൻ്റെ ആത്മീയമായ ജീവിതം ഒരുപാട് ഇമ്പ്രൂവ് ആയി. ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങളല്ല ഉടമ്പടിയിൽ നോക്കേണ്ടത്, മറിച്ച് കുർബാനയ്ക്ക് പോകാൻ 1 വർഷത്തോളം ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് പോലും ഇല്ല, എനിക്കങ്ങനെ വിശ്വാസമില്ലാത്ത കാരണം. പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ആത്മീയമായ ഒരുപാട് ഞാൻ വളർന്നു, എൻ്റെ വിശ്വാസക്കുറവൊക്കെ മാറി. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ചിലപ്പോൾ ഇതായിരിക്കില്ല എനിക്ക് പറഞ്ഞിട്ടുള്ളത്, വേറെ ആയിരിക്കാം. അങ്ങനെ ഞാൻ വേറെ ഒരു ലെവൽ എഴുതാൻ വേണ്ടിയിട്ട് എന്തോ ആരോ എനിക്ക് തോന്നിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചു. ഞാൻ 4 മൊഡ്യൂൾ വീണ്ടും പോയി വേറെ ലെവൽ എഴുതി നോക്കി. അന്ന് എക്സാമിൻ്റെ അന്നായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ കൂടെ എക്സാം എഴുതാൻ എൻ്റെ കൂടെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അപ്പം മാതാവ് എൻ്റെ കൂടെ വരണം. അങ്ങനെ ഞാൻ ആ എക്സാം എഴുതാൻ പോയി. എൻ്റെ യാത്രയിൽ ഫുള്ള് മാതാവ് കൂടെ ഉണ്ടായിരുന്നു. ആ 4 മൊഡ്യൂളും ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു. ഫെബ്രുവരിയിലായിരുന്നു അപ്പോയിൻമെൻ്റ് എടുത്തത്. പക്ഷേ 1 മാസത്തോളം സമയമുണ്ടായിരുന്നു, പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ നടത്തി കോൺട്രാക്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ അപ്പോയിൻമെൻറ്റ് പോയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഇടപെട്ട് എനിക്ക് ഇൻ്റർവ്യൂ നടത്തി. ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് പാസ്സായി, ഒരു കുഴപ്പമില്ലാതെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി, എല്ലാം ഓക്കെ ആയി. അതിനുശേഷം ബാംഗ്ലൂരായിരുന്നു അപ്പോയിൻമെൻറ്റിന് പോയി. ഞാൻ തൈലമൊക്കെ ഉപയോഗിച്ച് പിന്നെ ഉപ്പൊക്കെ അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. ഇൻ്റർവ്യൂ നന്നായിട്ട് തന്നെ പോയി. അതുവരെ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ ജീവിതത്തിൽ കുറേ തടസ്സങ്ങളായിരുന്നു വരാൻ തുടങ്ങിയത്. തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു, പക്ഷേ 1 മാസത്തോളം കഴിഞ്ഞിട്ടും ഒരു ഇൻഫർമേഷനും ഇല്ല. എനിക്കാണെങ്കിൽ അവിടെ ജർമ്മനിയിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും ആകാറായി. എനിക്ക് അവിടെ നിന്ന് നല്ല പ്രഷറുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിനി ഈ ടെൻഷൻ അനുഭവിക്കാൻ വയ്യ. ഒത്തിരി ഞാൻ ടെൻഷൻ അടിച്ചു, കാരണം സമയം പൊക്കോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്കിനി ടെൻഷൻ അടിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാനൊരു ഡേറ്റ് വെക്കും, ആ ഡേറ്റിന് എനിക്ക് തരണം, എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ളതാണ്, ആ ഡേറ്റ് തന്നെ എനിക്ക് തരണം എന്ന് ഞാൻ വെച്ചു. ഞാൻ വെച്ച തീയതി മാർച്ച് 26 ആയിരുന്നു. മാർച്ച് 26 ഇന്നലെ രാവിലെ എനിക്ക് വിസ അടിച്ച് കിട്ടി. ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്കും വന്നു. ഞാൻ മാർച്ച് 26 വെക്കാനുള്ള കാരണം 2025 മാർച്ച് 26-നായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. ഇന്നലെ കൃത്യം 1 വർഷം പൂർത്തിയായപ്പോൾ എനിക്ക് ഞാൻ വെച്ച ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടി. അതിനുശേഷം ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ കാരണം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഭയങ്കര എമൗണ്ടാണ്, ലക്ഷങ്ങളാണ് ഒരു 1 വേ തന്നെ. അപ്പോൾ പ്രാർത്ഥിച്ച് അത് വളരെ ചെറിയൊരു എമൗണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എനിക്ക് മാതാവ് തന്നെ ചെയ്തു തന്നാണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ്. എനിക്ക് കൃത്യം 7ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ച് വന്നേക്കുന്നത്. ഒരു സംശയമില്ല, ഇത്രയും നാൾ എൻ്റെ മെറിറ്റിൽ മാത്രമായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ലൈഫിൽ തോൽവികൾ എന്താണെന്ന് അങ്ങനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മെറിറ്റ് മാത്രം വിശ്വസിച്ച് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. മാതാവിൽ വിശ്വസിക്കാൻ തുടങ്ങി അന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ വിസ അടിച്ച് ഇപ്പോൾ എനിക്ക് കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പറ്റാവുന്ന മാസങ്ങളിലൊക്കെ ഇവിടെ വരികയും പത്രം വീടുകളിലൊക്കെ കയറി പ്രാർത്ഥിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡൊക്കെ കാണും, പറ്റുമ്പോഴൊക്കെ ഷെയർ ചെയ്യും. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഒരുപാട് കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. എൻ്റെ ഫാമിലി ഒക്കെ ആയിട്ട് ഫിനാൻഷ്യലി പറ്റുന്ന പോലെയൊക്കെ ചിലരെയൊക്കെ സഹായിക്കും. പിന്നെ പൊതിച്ചോറൊക്കെ കൊടുക്കും. പിന്നെ എൻ്റെ സിസ്റ്റർ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്.
പിന്നെ ആത്മീയമായ വളർച്ചയാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. വീട്ടിൽ അമ്മ വഴക്ക് പറയും അല്ലെങ്കിൽ ചേട്ടൻ വഴക്ക് പറയും പള്ളിയിൽ പോകാത്തതുകൊണ്ട് എന്ന് പേടിച്ച് മാത്രം പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോവും. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കുർബാനയുടെ ദിവസമായിട്ട് ഇപ്പോൾ ആഘോഷിക്കും. അങ്ങനെ ഒരുപാട് ആത്മീയമായിട്ട് വളരാൻ പറ്റി. കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വചനമാണ്. സ്വന്തം മെറിറ്റിൽ വിശ്വസിച്ചു. യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ഹാവ് ദ മെറിറ്റ് എന്ന് വിശ്വസിച്ചു. പിന്നീടാണ് ഈ മകൾ ഒരു വേറെ രീതിയിൽ ഉടമ്പടി ജീവിതം നയിച്ചതിൽ പിന്നെ ഉടമ്പടി എടുത്തല്ലോ, ഞാൻ എന്തെങ്കിലും അപാകതയുണ്ടോ എൻ്റെ ആത്മീയ ജീവിതത്തിലെന്ന് പിന്നീട് ഒരു പുനഃപരിശോധന എടുത്തതിന് ശേഷം ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടെ ഈ മകൾ വീണ്ടും ആത്മീയ ജീവിതത്തിലേക്കാണ് പിന്നീട് മുൻപോട്ട് പോകുന്നത്. 4 മൊഡ്യൂൾ എഴുതിയപ്പോഴും ഫെയിലിയറും സക്സസ്സും എല്ലാം ഒന്നിച്ചൊരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. പിന്നീട് ആത്മീയ ജീവിതത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴാണ് ദൈവം ഒരു പുതിയ വഴി തുറന്നു കൊടുത്തത്, വേറൊരു ലെവലിൽ നോക്കാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ മകൾ വേറെ കാറ്റഗറിയിലേക്കുള്ള എക്സാമിന് വേണ്ടി റെഡി ആവുകയും ആ എക്സാമിന് പോകുന്ന ദിവസം എപ്പോഴും സ്വന്തം അമ്മയുടെ കൂടെയാണ് പരീക്ഷയ്ക്ക് പോകാറുള്ളത്. പക്ഷേങ്കിൽ ആ പരീക്ഷയുടെ ദിവസം അമ്മയുടെ അച്ഛൻ മരിച്ചു പോയതിന് കാരണം അതുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റിയില്ല. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയോട് കൂടിക്കൊണ്ടാണ് ഈ മകൾ പരീക്ഷയ്ക്ക് പോയത്. 4 മൊഡ്യൂൾ കിട്ടാതിരുന്ന, പ്രീവിയസ് എക്സാമിന് കിട്ടാതിരുന്ന ഈ മകൾക്ക് അന്നത്തെ ആ 4 മൊഡ്യൂളും പെട്ടെന്ന് കിട്ടുകയായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ആത്മീയ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം വിട്ടുകൊടുത്ത് ഈശോയ്ക്ക് അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ആത്മീയ ജീവിതത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ ഈശോയും അമ്മയും സെൻറ്ററായപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിൽ അവർക്ക് ഇടപെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. അങ്ങനെയാണ് ഈ മകൾ പാസ്സായത്. പിന്നീടുള്ള വിസ അപ്പോയിൻമെൻ്റ് ആയിട്ടാണ് വിസയുടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്തത്. 3 ദിവസം ബാക്കിയിരിക്കുകയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവിടെയും ഇടപെട്ട് ടൈം ഷോർട്ടനിങ് അമ്മയാണ് കോൺട്രാക്റ്റ് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. അതും സമയ ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ആ അമ്മ കേൾക്കാതിരിക്കുമോ പ്രാർത്ഥന. പിന്നീടാണ് ഡേറ്റ് ഇട്ട് വീണ്ടും ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അത് മാർച്ച് 25-ാം തീയതിയാണ് ഉടമ്പടി എടുത്ത ദിവസം. ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് മാർച്ച് 26 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. മാർച്ച് 26-ന് മുമ്പ് തന്നെ ഈ മകൾക്ക് ജർമ്മനിക്കുള്ള ടിക്കറ്റ് കിട്ടുകയും വിസ 7-ാമത്തെ പേജിൽ സീൽ ചെയ്ത് അടിച്ചു കിട്ടുകയാണ് ചെയ്തത്. 7-ാമത്തെ പേജ് എന്ന് പറയുന്നത് അമ്മയുടെ ഒരു ദിവസമാണ്. ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം. അതുകൊണ്ടാണ് ഈ മകൾ പറഞ്ഞത് അമ്മയുടെ ഗിഫ്റ്റാണിത്. അമ്മ തന്ന ഒരു ഗിഫ്റ്റായിട്ട് തന്നെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് സജീന ഫ്രാൻസിസ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ നന്ദി പറഞ്ഞിട്ട് വേണം ജർമ്മനിക്ക് പോകുവാനായിട്ട്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരമ്മയാണ്. വിദൂരത്തിൽ നിന്ന് നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരമ്മയാണ്. നമ്മളെ തിരഞ്ഞെടുത്ത് ആ സ്നേഹവും അനന്തമായ സ്നേഹത്തിലേക്കാണ് ഈശോയും അമ്മയും നമ്മളെ കരം പിടിച്ച് നയിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മളിൽ നിന്ന് ആവശ്യമുള്ളത് വിശ്വാസവും വിശ്വസ്തതയുമാണ്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തതയോടെ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈശോയുടെയും അമ്മയുടെയും അനന്തമായ സ്നേഹം നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സജീനയ്ക്കും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ജീന. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പുഞ്ച എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഞാൻ എൻ്റെ CA ഫൈനൽ എക്സാം പാസ്സായ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത്. ഞാൻ CA ഫൈനൽ എക്സാം 2 തവണ എഴുതി ഫെയിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ആൻറ്റിമാരാണ് പറയുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ. എനിക്കങ്ങനെ എല്ലാവരെയും പോലെ തന്നെ യാതൊരു വിശ്വാസമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കൃപാസനത്തെ പറ്റി എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3ാമത്തെ തവണ CA ഫൈനൽ എക്സാം എഴുതിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതൊരു ലാസ്റ്റ് ചാൻസ് പോലെ, എന്നാൽ പിന്നെ ഉടമ്പടി എടുത്തേക്കാം, ആൻറ്റിയൊക്കെ പറയുന്നതല്ലേ അതുകൊണ്ട് ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ എക്സാമിന് പാസ്സാകുമായിരിക്കും റിസൾട്ട് വരുമ്പോൾ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ജനുവരി 2024 എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഫെയിലായി. ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഉടമ്പടി എടുത്തു, എല്ലാവർക്കും ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം സാധിച്ചു കിട്ടുന്നു, എനിക്ക് കിട്ടിയില്ല.
പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ ഉടമ്പടിക്ക് മുന്നേ അല്ലേ എക്സാം എഴുതിയേ, ഒന്നുകൂടെ എഴുതി നോക്കാം. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപമൊക്കെ ആയിട്ട് എക്സാമിന് പോകാൻ തീരുമാനിച്ചു. അഡ്മിറ്റ് കാർഡ് വന്നപ്പം ജോസഫച്ചനെ വന്ന് കണ്ട് ബ്ലെസ്സിങ് മേടിച്ചായിരുന്നു. അങ്ങനെ എക്സാമായി. എക്സാമിൻ്റെ ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ സെൻറ്ററിലേക്ക് പോകുമ്പോൾ, ഞാൻ ബസ്സിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു, സാക്ഷ്യത്തിലൊക്കെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു പ്രസൻസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മാതാവ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു അടയാളം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, മാതാവേ അങ്ങനെയൊന്നും എനിക്കില്ലല്ലോ, എന്തെങ്കിലും ഒരു സൂചന തരാൻ പറ്റുമോ? ഞാനിത് പറഞ്ഞ ആ സെക്കൻഡിൽ എൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു ബസ് വന്നു. ആ ബസ്സിൻ്റെ ബാക്കിലത്തെ ഗ്ലാസ്സിൽ അത്രയും വലുപ്പത്തിൽ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ. അത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഞാനത് പറയുന്നതും ഇത് കാണുന്നതും എല്ലാം ഒരേ സെക്കൻഡിലാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ എനിക്കത് ശരിക്കും മാതാവിൻ്റെ മുന്നിലേക്ക് വരുന്നതായിട്ടാണ് തോന്നിയത്. ആ ഒരു ധൈര്യത്തിൽ ഞാൻ എക്സാം എഴുതി. എനിക്ക് എക്സാം ഈസി ആയിരുന്നു. രണ്ടാമത്തെ എക്സാം എഴുതി, അതും ഈസി ആയിരുന്നു. പക്ഷേ മൂന്നാമത്തെ എക്സാം വന്നപ്പോഴത്തേക്കും എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. അതിൽ എനിക്ക് എഴുതാനൊന്നുമില്ല. അപ്പോൾ CA എക്സാമിനൊരു ഇതുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം വീണ്ടും എഴുതണം. ബാക്കി എല്ലാം പാസ്സായെന്ന് വെച്ചാലും ഒരെണ്ണം ഫെയിലായാലും എല്ലാം ഒന്നിച്ച് വീണ്ടും എഴുതണം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും കിട്ടത്തില്ല. കാരണം ഈ എക്സാമിന് ഞാൻ ഫെയിലാണ്, എനിക്കതിലൊന്നും എഴുതാനില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു, എഴുതണോ വേണ്ടയോ, സെൻറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ, അങ്ങനെയൊക്കെ ആലോചിച്ചു. പക്ഷേ ആകെയുള്ള ധൈര്യം മാതാവ് എൻ്റെ മുന്നിൽ വന്നു, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ചിന്തയാണ്. അങ്ങനെ ഞാൻ എക്സാം എഴുതി. ജൂലൈ 2024 റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്ന അന്ന് ഞാനിവിടെ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി പുതുക്കി. രാവിലെ റിസൾട്ട് വന്നായിരുന്നു. ഞാൻ ഉടമ്പടി എല്ലാം പുതുക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. ഞാൻ പാസ്സായി. CA ഫൈനൽ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായി. അതിന് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആ മൂന്നാമത്തെ എക്സാം അത്രയും ടഫായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പിന്നെ നവംബർ 2024 വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്തു സെക്കൻഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് അധികം പഠിക്കാനൊന്നും പറ്റിയില്ല. ഞാനൊരു 50% പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയാം ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഞാനിത് എഴുതണോ? ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഭാഗത്തുനിന്ന്, ഞാൻ എങ്ങനെ നിന്നോട് ചോദിക്കും? ലാസ്റ്റ് ടൈം നീ എൻ്റെ കൂടെ വന്ന് എനിക്ക് ചെയ്തു തന്നു, പക്ഷേ ഇത്തവണ എനിക്ക് ചോദിക്കാനുള്ളൊരു യോഗ്യത പോലും ഇല്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ എക്സാം എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ എഴുതുന്നില്ല, എഴുതിയിട്ട് ഫെയിൽ ആവാൻ എനിക്ക് വയ്യ. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കുന്ന ആദ്യത്തെ തവണ ഉടമ്പടി എടുക്കാൻ നേരത്ത് പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് എനിക്കാണ് മാതാവിനെ പിടിക്കാൻ കിട്ടിയത്. അതേപോലെ ഞാൻ മൂന്നാമത്തെ തവണ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അന്നും എനിക്ക് മാതാവിനെ പിടിക്കാൻ കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായി. എനിക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ മാതാവിൻ്റെ കൂടെ വരുന്നുണ്ടെന്നൊരു സൂചന തന്നതാണ്, ഞാൻ ചോദിച്ചതിനുള്ളൊരു റിപ്ലൈ ആണെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ തീരുമാനിച്ചു. പ്രിപ്പറേഷൻസ് ഒന്നും ആയിട്ടില്ല, പക്ഷേ ഞാൻ എക്സാം എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ബൈബിൾ തുറന്നു നോക്കി. അപ്പം ഞാൻ CA കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യം ഫൗണ്ടേഷൻ മുതൽ ഇന്ന് വരെ എൻ്റെ 11ാമത്തെ എക്സാമാണ് ഈ എഴുതാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം എക്സാമിന് പോകുന്നതിന് മുമ്പ് ബൈബിൾ തുറന്നപ്പം എനിക്ക് കിട്ടിയത് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 11ാം അധ്യായം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ കൃപയുടെ വടിയെടുത്ത് ഒടിച്ചു കളഞ്ഞു, സകല ജനതകളുമായി ഞാൻ ചെയ്ത എൻ്റെ ഉടമ്പടി അസാധുവാക്കി, അത് ഇന്ന് തന്നെ അസാധുവായി. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ഉടമ്പടി അസാധുവായി, അല്ലെങ്കിൽ കൃപയുടെ വടി ദൈവം ഒടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കറിയത്തില്ല, മാതാവ് എൻ്റെ കൂടെ വന്നു, ഞാൻ പ്രദക്ഷിണത്തിന് എനിക്ക് മാതാവിനെ പിടിക്കാൻ കിട്ടി, പക്ഷേ ഇപ്പം ഇങ്ങനെ ഒരു വചനം, അപ്പോൾ എനിക്ക് അറിയത്തില്ല ഇതെന്താ ഇതിൻ്റെ അർത്ഥമൊന്നും. അങ്ങനെ ഞാൻ ലാസ്റ്റ് ടൈം പോയ അതേ സെൻറ്ററിൽ തന്നെയായിരുന്നു, അന്ന് പോയ അതേ ബസ് സ്റ്റോപ്പിൽ ഞാനിങ്ങനെ മാതാവ് ആ സെയിം ബസ് കാണൂല, അതേ ടൈമിൽ തന്നെ ഞാൻ പോകുന്നത്, സെയിം ബസ് വരുമല്ലോ, മാതാവിനെ കാണുമല്ലോ, ഇതൊക്കെ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ അത് കണ്ടില്ല, മാതാവിനെ കണ്ടേയില്ല, അങ്ങനെ ഒരു ബസ്സും വന്നിട്ടില്ല, അങ്ങനെ ഒരു ഫോട്ടോയും കണ്ടിട്ടില്ല. പക്ഷേ ആ സമയം ഞാനിങ്ങനെ 11 എന്നുള്ള നമ്പർ കാണുക. ഞാനപ്പം പോകുന്നതിന് മുമ്പ് കണ്ടതും 11 എന്നുള്ള നമ്പർ, എൻ്റെ എക്സാമും 11ാമത്തെയാണ്. അപ്പോൾ ഞാൻ 11 എന്നുള്ളൊരു നമ്പർ, അതും ബ്ലൂവിൽ വൈറ്റ് കളറിൽ എഴുതിയേക്കുന്ന ഒരു നമ്പർ. അപ്പോൾ ഇതെല്ലാം കൂടി എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒന്നും. പക്ഷേ എക്സാം എല്ലാം പൊതുവേ പാടായിരുന്നു, പക്ഷേ എൻ്റെ ഒരു ഹോപ്പ് മാതാവിൽ മാത്രമാണല്ലോ. അങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റിസൾട്ട് വന്നത് ആദ്യമായിട്ടാണ് CA എക്സാം രാത്രിയിൽ വരുന്നത്, റിസൾട്ട് രാത്രിയിൽ വരുന്നത്. രാവിലെ വരുമെന്ന് പറഞ്ഞു, വെയിറ്റ് ചെയ്തു. അങ്ങനെ രാത്രിയായി. ഒരു വൈകുന്നേരം 7 മണിയായപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, രാത്രി 11 മണിക്കാണ് റിസൾട്ട് വരുന്നത്. അവിടെയും 11 കണ്ടു. അപ്പോഴത്തേക്ക് എനിക്ക്, ദൈവമേ നല്ലൊരു റിസൾട്ടാണോ നീ തരാൻ പോകുന്നത്, ഈ 11 എന്നുള്ളതൊരു നല്ല സൂചനയാണോ, എനിക്കറിയത്തില്ല.
അങ്ങനെ ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ റിസൾട്ട് വരുന്നതിന് ഒരു രണ്ടാഴ്ച മുന്നേ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ ആകാശത്ത് വലിയൊരു മഴവില്ല്. അപ്പോൾ എനിക്കൊരു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. രാത്രിയിൽ അങ്ങനെ നമ്മൾ മഴവില്ല് കാണുന്ന ഒരു സാധ്യതയും ഇല്ലല്ലോ, എങ്ങനെയാണ് രാത്രിയിൽ മഴവില്ല് കാണുന്നത്? അതേപോലെ ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അച്ഛൻ ഇങ്ങനെ വന്നിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ തലോടുന്ന ഒരു സ്വപ്നം. അപ്പോൾ ഇത് രണ്ടും എനിക്കൊരു പോസിറ്റീവ്നെസ് ആയിരുന്നു. അതേപോലെ റിസൾട്ട് 11 മണിക്ക് വരും എന്നുള്ള നോട്ടിഫിക്കേഷൻ കണ്ടപ്പോഴും ഞാൻ ഈ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു, ഞാൻ ഫെയിലായി. അപ്പോൾ എനിക്ക് ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. എന്താ മാതാവ് തരുന്ന സൂചന, അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ലാസ്റ്റ് ടൈം എൻ്റെ കഴിവിലല്ല, മാതാവ് ദൈവത്തിൻ്റെ കൃപയാലും എനിക്ക് സാധിച്ചു തന്നു. പക്ഷെ ഇത്തവണ ഞാൻ സെയിം തന്നെ പ്രാർത്ഥിച്ചു, പക്ഷേ എനിക്ക് ചെയ്തു തന്നില്ല. എന്താണെന്നൊരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞാൻ ഓർത്തു, പിന്നെ ഞാൻ എൻ്റെ പോരായ്മ കൊണ്ടായിരിക്കും, ഞാൻ ഉടമ്പടിയിൽ പിന്നോട്ട് പോയിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. ദൈവം എനിക്ക് വചനത്തിൽ ആദ്യം തന്നതുപോലെ തന്നെ കൃപ ഈ അറ്റംപ്റ്റിൽ വർക്കായിട്ടുണ്ടാവത്തില്ല, ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് വരണം, അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. അങ്ങനെ മെയ് 2025 ഞാൻ വീണ്ടും എക്സാം പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ ആ എക്സാം എൻ്റെ 12ാമത്തെ എക്സാം ആണല്ലോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയാറുണ്ട് 12 എന്നുള്ളത് ഒരു കംപ്ലീറ്റ് നമ്പറാണ്. അപ്പം ഞാൻ പറഞ്ഞു 12 എന്നുള്ളൊരു കംപ്ലീറ്റ് നമ്പറാണ്, ഇതെൻ്റെ 12ാമത്തെ എക്സാമാണ്, ഇനി ഞാൻ എഴുതത്തില്ല, എനിക്ക് മാതാവ് തരുവാണെങ്കിൽ തന്നാൽ മതി, അത് ഞാൻ വേണമെന്ന് പറയുന്നില്ല, എനിക്ക് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കത് തന്നാൽ മതി, പക്ഷേ ഈ 12ാമത്തെ എക്സാം കൂടി ഞാനത് നിർത്തും, വീണ്ടും ഞാൻ ഇനി എഴുതത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സാമിന് പോകാൻ വേണ്ടി ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടുന്നത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12ാം അധ്യായം. 12ാം അധ്യായത്തിൽ അത് കറക്റ്റ് 12 എന്നുള്ള നമ്പർ കിട്ടിയപ്പോഴേക്കും എനിക്ക് സന്തോഷമായി. 12ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, അന്ന് നീ പറയും ഞാൻ കർത്താവിന് നന്ദി പറയും, അങ്ങനെ ഒരു വചനമായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വേർഡിങ്സ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി. ആദ്യത്തെ എക്സാം ഈസി ആയിരുന്നു. പക്ഷേ ഈ എക്സാമിൻ്റെ തലേദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. തലേദിവസം എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നാളിരുന്ന് പഠിച്ചിട്ടും തലേദിവസം ആയപ്പോഴത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നാളത്തെ എക്സാം എഴുതണ്ട, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അന്നേരം ഞാൻ ഓർത്തു, മാതാവ് ഇനി ഒരു ദിവസം കൂടെ, അല്ലെങ്കിൽ ഇനിയുള്ള എക്സാം ഈ ടെൻഷനോടുകൂടെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, എന്ത് ചെയ്യും? ഒരു ദിവസം കൊണ്ട് ഈ കംപ്ലീറ്റ് പോർഷനും കവർ ചെയ്ത് തീർക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് അത്രയും ടെൻഷനാണ്. തലേദിവസം ഞാൻ ആ ടെൻഷൻ വന്ന സമയത്തെല്ലാം യൂട്യൂബ് തുറന്നു വെച്ച് സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അന്ന് ആദ്യത്തെ എക്സാം കഴിഞ്ഞു വന്നു. അന്ന് വൈകുന്നേരം ഒരു നോട്ടിഫിക്കേഷൻ വന്നു, CA എക്സാം പോസ്റ്റ്പോൺ ചെയ്തു. അതിൻ്റെ കാരണം അന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നോർത്തിലൊക്കെ പ്രശ്നമായതുകൊണ്ടാണ് എക്സാം മാറ്റിവെച്ചത്. CA എക്സാം ഇന്നോളം എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടില്ല. കൊറോണ ടൈമിൽ പോലും അത് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഈ എക്സാം പോസ്റ്റ്പോൺ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എനിക്കൊരു വലിയ ആശ്വാസമായി, കാരണം എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടി. അങ്ങനെ അപ്പോൾ പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞു, പക്ഷേ ഇനി എന്നാ എക്സാം വരുന്നതെന്ന് യാതൊരു ഐഡിയയും ഇല്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് ഒരുപാട് നാളിങ്ങനെ പോസ്റ്റ്പോൺ ആയി പോയിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ? ഒരു 5 ദിവസം മതി, ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും റീഷെഡ്യൂൾ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. കറക്റ്റ് 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാം വീണ്ടും റീഷെഡ്യൂൾ ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ എക്സാമും കഴിഞ്ഞു. രണ്ടാമത്തെ എക്സാമും വലിയ കുഴപ്പമില്ലായിരുന്നു. ലാസ്റ്റ് ഏറ്റവും ഫൈനൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ ബൈബിൾ തുറന്നു നോക്കി. അന്ന് എനിക്ക് കിട്ടി സങ്കീർത്തനങ്ങൾ 108. സങ്കീർത്തനങ്ങൾ 108 കണ്ടപ്പോൾ ഈ നമ്പർ എവിടെയോ എനിക്ക് സ്ട്രൈക്ക് ആവുന്ന പോലെ തോന്നി. 108 എന്തോ കണക്ഷൻ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ അതെൻ്റെ റോൾ നമ്പറാണ്. 152108 ആണ് എൻ്റെ റോൾ നമ്പർ. ആ സങ്കീർത്തനത്തിലും ഞാൻ ജനതകളുടെ ഇടയിൽ സാക്ഷ്യം പറയും, കർത്താവിന് നന്ദി പറയും എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. അങ്ങനെ ജൂലൈ 2025 റിസൾട്ട് വന്നു. ഞാൻ ഇവിടെ തന്നെ കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ധ്യാനം കൂടിയതിന് ശേഷമാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ CA ക്വാളിഫൈഡ് ആയി. ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് സാധിച്ചത്. എൻ്റെ റിസൾട്ട് വരുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നീല മെഴുകുതിരിയിൽ P എന്ന് പറയുന്ന ഒരു ലെറ്റർ ഇങ്ങനെ തെളിഞ്ഞു വന്നു. മെഴുകുതിരി P ആയിട്ട് വന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ മെഴുകുതിരി ഇങ്ങനെ ഉരുകി വീഴുന്ന കണ്ടിട്ടില്ല. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഫോട്ടോ. അത് കറക്റ്റ് P എന്നുള്ള ലെറ്റർ ആയിരുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചു ഇത് പാസ് എന്ന് മാതാവ് എനിക്ക് എഴുതി കാണിച്ചു തന്നതാണ്. അതിനുശേഷം എക്സാം പോസ്റ്റ്പോൺ ആയപ്പോൾ വീണ്ടും എനിക്ക് ഡൗട്ടായി, ഇനി പാസ്സാണോ അതോ എക്സാം പോസ്റ്റ്പോൺ ചെയ്യുന്നുള്ള P ആണോ ഒന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് എന്തായാലും ഒരു പോസിറ്റീവ് സൈനായിരുന്നു ഈ ഒരു അടയാളം തന്നിട്ടുണ്ടായിരുന്നേ. ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു. അതുവരെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ഒരു
കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഫ്ലോയിൽ പോകാൻ പറ്റി. അതേപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് ഓൾഡ് ഏജ് ഹോമിലൊക്കെ വിസിറ്റ് ചെയ്ത് അവിടെ അമ്മമാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും, അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഫുഡ് കൊടുക്കുകയും, അതേപോലെ ക്യാൻസർ രോഗികളിലൊക്കെ അവരുടെ അടുത്ത് പോവുകയും അവരെ കാണുകയും അവർക്ക് പത്രം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും അതേപോലെ ഓട്ടോ സ്റ്റാൻഡിലും അതേപോലെ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഞാൻ കൃപാസന പത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ആത്മീയമായിട്ട് വളരാനും വചനത്തിൽ കൂടുതൽ ആഴപ്പെടാനും, നമുക്കിപ്പം നെഗറ്റീവായിട്ട് എന്ത് സംഭവിക്കുവാണെങ്കിലും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകാനും സാധിച്ചു. ഞാനിവിടെ കൃപാസനത്തിന് വരാനുള്ള ആ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ടൈം ഷോർട്ടനിങ് അല്ലെങ്കിൽ ടൈം ഷോർട്ടനിങ് പിന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ആ 2 ഫീച്ചറാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ടൈം ഷോർട്ടനിങ് അല്ലായിരുന്നു, ടൈം ലാഗിങ് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അതും ഒരു ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണെന്ന് അച്ഛൻ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു നമുക്ക് തടസ്സങ്ങൾ വരുന്ന ഈ സാഹചര്യത്തിൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി അത് നമുക്ക് മാതാവ് തരുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ നൽകിയ കൃപാസന മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ജീന എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് മകളുടെ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഈ മകൾക്ക് CA പഠിക്കുവാനുണ്ടായ വലിയ പ്രതികൂല സാഹചര്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും ഈശോയുടെ പരിപാലനയെ അനുഭവിക്കുവാനുള്ള വലിയ സാധ്യതകളെക്കുറിച്ചാണ് ഈ മകൾ ഈ സാക്ഷ്യത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. ഉടമ്പടി സ്വഭാവങ്ങളായ ഒരുവിധം എല്ലാ നല്ല സ്വഭാവങ്ങളിലും ഈ മകൾ അത് ഏറ്റെടുക്കുവാനും അത് മനസ്സിലാക്കുവാനും നോട്ട് ബൈ മെറിറ്റിലൂടെയാണ്, നോട്ട് ബൈ മെറിറ്റ് എന്ന ആ ഒരു കണ്ടൻറ്റ് ഈ മകളുടെ ജീവിതത്തിൽ വളരെ പ്രത്യക്ഷമായി ഉണ്ടാവുകയുണ്ടായി. കൃപയിലൂടെ മാത്രമേ എനിക്ക് 2ാമത്തെ പരീക്ഷ പാസ്സാകുവാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ പരീക്ഷ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സാമീപ്യത്തിലൂടെ താൻ ആഗ്രഹിച്ച വിധത്തിൽ എനിക്കൊരു സാമീപ്യം കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ കൃപാസനം അമ്മയുടെ ഒരു വലിയ പോസ്റ്റർ ഒരു ബസ്സിൽ കാണിക്കാനായിട്ട് പരിശുദ്ധ അമ്മ കൃപയരുളിക്കൊണ്ട് ഈ മകൾക്ക് സാമീപ്യം നൽകി. 2ാമത്തെ 3ാമത്തെ പരീക്ഷ എഴുതുമ്പോൾ ഈ മകൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, എനിക്കിപ്പോഴും സാമീപ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഓരോ തവണ ഫെയിലായപ്പോഴും അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോഴും എങ്ങനെയാണ് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്, ഈശോയോടുള്ള സ്നേഹം എങ്ങനെയാണ് ഞാൻ ആഴപ്പെടുത്തേണ്ടതെന്നും കൃത്യമായി പരിശുദ്ധമ്മയോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള വിധങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും പഠിച്ചെടുക്കുവാനും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുവാനും എപ്പോഴാണ് ഈശോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, വിശുദ്ധ ദിവ്യബലിയിൽ എങ്ങനെയൊക്കെയാണ് ഞാൻ ആഴപ്പെടേണ്ടത്, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ആത്മീയമായി വളരാനും താനൊരു വലിയ ഒരു കോഴ്സാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും തന്നെ സ്റ്റാറ്റസിനെ ലോ ചെയ്യുവാനും അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഈ മകൾക്ക് ആത്മീയമായി വളരാനും മറ്റു മക്കളുടെ അവസ്ഥകളെ കണ്ടുപിടിക്കുവാനും കണ്ടെത്തുവാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനൊക്കെയുള്ള ഒരു വലിയ സാധ്യതകൾ ഈ മകൾക്ക് ലഭിച്ചു. ഇന്ന് ഈ മകൾ പറയുന്നത്, ഞാൻ കോൺസ്റ്റൻ്റായി ഇനി ഈശോയെ ഫോളോ ചെയ്യും, എനിക്ക് എന്തു തന്നെ സംഭവിച്ചാലും പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. അതുപോലെ തന്നെ സ്വപ്ന ദർശനങ്ങളിലൂടെയും പരിശുദ്ധ അമ്മ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സ്വപ്നത്തിലൂടെയുള്ള തലോടലൂടെയും എല്ലാം ഈ മകൾക്ക് പരിശുദ്ധ അമ്മ കമ്മ്യൂണിക്കേഷൻ നൽകിക്കൊണ്ടിരുന്നു. നിൻ്റെ കൂടെ ഞാനുണ്ട്, ഈശോ നിന്നെ സഹായിക്കും, നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് അഭിഷേകം നൽകും, നിനക്ക് കൃപകൾ വർഷിക്കുമെന്നെല്ലാം ഉള്ള വലിയ ധൈര്യവും ആ ഒരു ഉത്തേജനവും ഈ മകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടിയിലൂടെ മാത്രമാണ്. നമുക്കെപ്പോഴും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. നമ്മുടെ ഏതൊരു സാഹചര്യങ്ങളിലും നാം ഒറ്റപ്പെട്ടു പോകുമ്പോഴായാലും പഠന സാഹചര്യങ്ങളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കാത്ത അവസരങ്ങളിലായാലും എൻ്റെ കഴിവിലല്ല കൃപയിലാണ് എല്ലാം ഈ P എന്നുള്ള ആ അക്ഷരം കാണിച്ചതുപോലെ ഞാൻ പാസ്സാകുന്നതായാലും പോസ്റ്റ്പോണ്ടായാലും അത് ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എനിക്ക് ഉണ്ടാകുമെന്ന് കൃത്യമായി വിശ്വസിക്കുകയും ചെയ്യാം. എലിസബത്ത് ജി എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സെക്ഷൻ കഴിഞ്ഞ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും റൂമിൽ കൊണ്ടുവന്നു. പക്ഷേ കുഞ്ഞിന് അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും കാണിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിന് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല.
പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. പരിശുദ്ധ ദൈവമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന പരിശുദ്ധ സ്ത്രീത്വത്തിനും മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മ ഒരുക്കിയ സമയത്തിനും ഈ വേളയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിനും എല്ലാത്തിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് ജിനു ജോയ്. ഞാൻ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ ജിലോങ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്. ഞങ്ങൾ പഠിച്ചു വളർന്നതെല്ലാം മഹാരാഷ്ട്രയിലാണ്. ഇതെൻ്റെ പപ്പ, ഹസ്ബൻഡിൻ്റെ പപ്പ, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി, ഇതെൻ്റെ ബേബി എമ മേരി എന്നാണ് പേര്. ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ളത് എമ്മയെക്കുറിച്ചാണ്. എൻ്റെ പ്രഗ്നൻസി ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് എങ്ങനെയാണെന്ന് പറയാം. ഉടമ്പടി എടുക്കുവാനായിട്ട് മമ്മി ആണ് എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഞാൻ ഇച്ചിരി റിലക്റ്റൻ്റ് ആയിരുന്നു. എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് ഉള്ളൊരു താല്പര്യമില്ലായിരുന്നു. ആ താല്പര്യമില്ലായ്മയായിരിക്കാം ഓൺലൈനായിട്ട് എനിക്ക് മാതാവ് എടുക്കാനും സമ്മതിക്കുന്നില്ലായിരുന്നു. പല മെയിൽ വഴി ഞാൻ ലോഗിൻ ചെയ്തിട്ടും എനിക്ക് ലോഗിൻ ചെയ്യാനോ ഉടമ്പടി എടുക്കാനോ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി ധ്യാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഡെലിവറിക്ക് മുമ്പുള്ള ഫെബ്രുവരി 15-ാം തീയതിയുള്ള ഉടമ്പടി ധ്യാനം ആ സമയത്തുണ്ടായിരുന്നു. അതിനകത്ത് അച്ഛൻ പ്രത്യേകമായി പറഞ്ഞത് ഉടമ്പടിയിൽ ലഭിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ എനിക്കൊരു പ്രേരണ തോന്നി ഉടമ്പടിയിലെ സംരക്ഷണം. കാരണം ഡെലിവറിയാണ്, ജീവൻ്റെ മീൻസ് ഇതാണ്. അത് കാരണം ഞാൻ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനും പറ്റി. എൻ്റെ ഒരു ചേച്ചി പറഞ്ഞത് കാരണം അന്ന് ഞങ്ങൾ എടുക്കുകയും, സനിയ ചേച്ചി എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞാണ് എടുക്കുകയും ഞങ്ങളങ്ങനെ ഉടമ്പടി എടുക്കാൻ പറ്റി എനിക്ക് ആദ്യമായിട്ട്. അങ്ങനെ എടുത്തു. ഫെബ്രുവരി 15-ന് ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 27-നായിരുന്നു ഡെലിവറി പ്ലാൻ ചെയ്തത്. പ്ലാൻഡ് സി സെക്ഷൻ ആയിരുന്നു. എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു. ബാക്കി ഒരു കോംപ്ലിക്കേഷൻസും ഒന്നും ഇല്ലായിരുന്നു. എല്ലാം നോർമലായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഡെലിവറി കയറ്റി. ഡെലിവറി നോർമലായിരുന്നു. ഞാൻ ഇവൾ കരഞ്ഞത് ഞാൻ കേട്ടു. ബേബി 3.2 kg വെയിറ്റ് ഉണ്ടെന്നും പറഞ്ഞു. എല്ലാം നോർമലായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ പുറത്തിറങ്ങി എന്നെ സി സെക്ഷൻ കഴിഞ്ഞ് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും റൂമിൽ കൊണ്ടുവന്നു. പക്ഷേ കുഞ്ഞിന് അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും കാണിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിന് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അവൾ ഫുള്ളി ബ്ലൂ ആയി ടേൺ ആയി. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി സിസ്റ്റേഴ്സിൻ്റെ സെൻറ്റ് ആൻസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. അപ്പം സിസ്റ്റേഴ്സ് പെട്ടെന്ന് അവളെ ആംബുലൻസിൽ മെറ്റർണിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവൾ ഫുൾ ബ്ലൂ ആയി ഇരുന്ന സമയത്തിൽ അവൾക്ക് ബ്രീതിങ് പ്രോബ്ലം, ലങ്സിന് ഇൻഫെക്ഷൻ, ബ്രെയിനിൻ്റെ കൺവൾഷൻസ്, കണ്ടിന്യൂസ് ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ഫസ്റ്റ് ഡേ ഇതൊന്നും എന്നോട് പറയുന്നില്ല. പക്ഷേ അന്ന് തന്നെ വൈകുന്നേരം കുഞ്ഞിനെ കൈ കിട്ടുമെന്നാണ് സിസ്റ്റേഴ്സ് പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് വൈകുന്നേരം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞിട്ടും കുഞ്ഞിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് പറ്റാതായി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓൾറെഡി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഞാൻ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഞാൻ മാതാവിനെ കണ്ടു. മാതാവ് വന്ന് കൃപാസനം മാതാവാണ്. ഞാൻ പകുതിയാണ് കണ്ടത്. മാതാവ് വന്ന് എന്നോട് 5 മാത്രം പറഞ്ഞു. 5 ദിവസമെന്ന് മാത്രം പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഞാൻ ബെഡിൽ കിടക്കുകയാണ്. പക്ഷെ ഞാൻ ബെഡിലല്ലായിരുന്നു. എനിക്കെന്തോ ഞാൻ ലിഫ്റ്റായി പോയി എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ അറിയുന്നില്ല. പക്ഷേ ഇവളെ ഹോസ്പിറ്റലിൽ കയറ്റിയ ഉടനെ NIC ചെന്ന് ഇവൾക്ക് തൈലം പുരട്ടുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുവയ്ക്കുകയും അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഡോക്ടേഴ്സ് രാവിലെ പറയും ഗുഡ് ന്യൂസാണ്, കുഴപ്പമില്ല, ഇന്നലത്തെ അത്രയും അവൾ ബ്രീത്തിങ്ങിൻ്റെ ട്രബിൾ അവളുടെ മാറുന്നുണ്ട്. പക്ഷേ അവൾക്ക് 3 ഇഞ്ചക്ഷൻ കൊടുത്തു. ത്രോംബലൈസർ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവൾക്ക് എഫക്റ്റ് വന്നത്. പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഈ 5 ദിവസങ്ങളിൽ അവൾക്ക് ഓരോരോ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഓരോരോ പാർട്സ്, അവളുടെ ബോഡി പാർട്സ് എന്നാ പറയുന്നത്, ഫെയിൽ ആവാൻ തുടങ്ങുമായിരുന്നു. അവളെ 3-ാമത്തെ ദിവസം 3rd ഡേ അവളെ വെൻറ്റിലേറ്ററിൽ കയറ്റി. എന്നിട്ടും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. മാതാവ് 5 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 5-ാമത്തെ ദിവസം സൗഖ്യം ലഭിക്കുമായിരിക്കും. പക്ഷേ എന്നാലും ഓരോ ദിവസങ്ങൾ കൂടുമ്പോഴും 5-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിനും ഹസ്ബൻഡ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു. ഹസ്ബൻഡ് ഇല്ലായിരുന്നു ഡെലിവറിയുടെ സമയത്ത്. ജോർജ് വന്നു കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ അവൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുവാണ്. 5th ഡേ അന്നാണ് 5th ഡേ മാതാവ് പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഇവളുടെ പൾസ് ഡെഡായി. 30 സെക്കൻഡ്സിലേക്ക് ഇവളില്ലായിരുന്നു. ഓൾറെഡി വെൻറ്റിലേറ്ററിലായിരുന്നു.
കുഞ്ഞില്ല, മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു 30 സെക്കൻഡ്സ്. പിന്നെയും അവളുടെ പൾസ് കയറി വന്നു, അവൾ ജീവനിലേക്ക് തിരിച്ചു വന്നു. മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കാരണം മാത്രമാണ് 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് ലൈഫ് ടേക്കിംഗ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇല്ല. പക്ഷേ ഡോക്ടേഴ്സിന് പേടിയുള്ളത് കാരണം അവളെ വെൻറ്റിലേറ്ററിൽ വെച്ചു. പിന്നെ അത് സിപ്പാപ്പ് ആക്കി. പക്ഷേ ഇവൾക്ക് കണ്ടിന്യൂസ് ഉള്ള കഫും ഇൻഫെക്ഷൻസും കണ്ടിന്യൂ ഉണ്ടായിരുന്നു. അപ്പം മാതാവ് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഒത്തിരി പ്രാർത്ഥനാ സഹായങ്ങൾ എല്ലായിടത്തുനിന്നും കിട്ടി. ഞങ്ങൾക്ക് അവൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥന സഹായങ്ങൾ കിട്ടിയതിൻ്റെ കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ, സഞ്ചാരി മാതാവ് അവിടെ ഉണ്ടെന്നും മാതാവ് കൂടെ നിൽക്കുന്നതായിട്ടും കാണിച്ചു തന്ന സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾക്ക് പിന്നെ മാർച്ച് 12-ാം തീയതി ഡോക്ടേഴ്സിനോട് ഞങ്ങൾ ചോദിച്ചു ഇനി എത്ര നാൾ കിടത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി 3 ആഴ്ചത്തേക്ക് ഇനിയും പ്രതീക്ഷിക്കേണ്ട, അവൾക്ക് ഇനിയും കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. മാർച്ച് 12-ാം തീയതി ഇത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 17-ാം തീയതി എങ്കിലും അവളെ കൈ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞു. അക്കണ്ട ജപമാല ചെല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് മാർച്ച് 17 ആയപ്പോഴത്തേക്കിനും അവളെ വെൻറ്റിലേറ്ററിൻ്റെ സിപ്പാപ്പാക്കി. സിപ്പാപ്പിന്ന് ഞങ്ങളുടെ ഓക്സിജൻ സപ്പോർട്ട് മാറ്റി എൻ്റെ കൈ തന്നു. അന്ന് ഞാൻ NICUയിൽ വെച്ച് ഇവർക്ക് പാല് കൊടുത്തു. ഫസ്റ്റ് ടൈം ഫീഡ് കൊടുത്തത് മാർച്ച് 17-നാണ്. മാതാവിൻ്റെ ടൈം ഷോർട്ടനിങ് ആയിട്ടുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഇതാണ് ആ മാർച്ച് 17 എന്നുള്ള സംഖ്യയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അങ്ങനെ 18-ാം തീയതി അവളെ ഡിസ്ചാർജ് ICUയിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞു. റൂമിലേക്ക് 19-ാം തീയതിയാണ് മാറ്റിയത്, മാർച്ച് ഔസേപ്പിതാവിൻ്റെ ദിവസം. എന്നിട്ട് 20-ാം തീയതി അവളെ ഡിസ്ചാർജ് ചെയ്തു. ഇത് ഒരിക്കലും സംഭവിക്കാൻ പറ്റത്തില്ല, കാരണം ഡോക്ടേഴ്സിന് ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇവൾ എങ്ങനെ രക്ഷപ്പെട്ടതെന്ന്. കാരണം അത്രയും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഇവളുടെ MRI ഡിസ്ചാർജിൻ്റെ ദിവസം എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ആംബുലൻസിലാണ് അവൾക്ക് ഓക്സിജൻ സപ്പോർട്ട് കൊടുത്ത് വേറൊരു ഹോസ്പിറ്റലിൽ പോയി MRI എടുത്തത്. MRIയിലും കോംപ്ലിക്കേഷൻസ്, ബ്രെയിനിൻ്റെ അവൾക്ക് ക്ലോട്ട് ഉണ്ട്, അത് ത്രോംബലൈസറിൻ്റെ ആണെന്ന് പറയുന്നു. പക്ഷെ എന്നാലും 2 വർഷത്തേക്ക് മിനിമം അവൾക്ക് കഴിക്കാനുള്ള ബ്രെയിനിൻ്റെ മരുന്ന് ലെവിപ്പിൽ എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ നെക്സ്റ്റ് ഫോളോ അപ്പിൻ്റെ സമയത്ത് അവളുടെ എല്ലാ ഡോക്ടേഴ്സിൻ്റെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ഇവൾക്ക് ഒരു കുഴപ്പമില്ല. ഇവളുടെ EEG നോർമലായി, ഇവളുടെ ബാക്കി കോംപ്ലിക്കേഷൻസ് എല്ലാം നോർമലായി. ഇവൾക്ക് ഒരു മരുന്ന് പോലും എടുക്കേണ്ടതെന്ന് അന്ന് തന്നെ 2 വർഷമെന്ന് പറഞ്ഞതാണ് മിനിമം. അന്ന് തന്നെ ഇവളുടെ മരുന്നുകളെല്ലാം നിർത്തി ഇവൾ കംപ്ലീറ്റ്ലി ഹീൽഡായെന്ന് ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവൾക്ക് പേരിട്ടതാണ് ഈശോയും മാതാവും. അന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാണ് മേരി എന്നുള്ളൊരു പേര് ഇവൾക്ക് വേണം. അങ്ങനെ ഞങ്ങൾ ഇമ്മാനുവലിൻ്റെ എമ ഈശോയുടെ പേരും ഇമ്മാനുവൽ നിന്നും മേരി എന്നുള്ള മേരിയാണ്, മേരി എന്നാണ് അവൾക്ക് പേരിട്ടിരിക്കുന്നത്. പരിശുദ്ധ ദേവി മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എത്ര പറഞ്ഞാലും അറിയില്ല. ആ സമയങ്ങളിലൊക്കെ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടെ. എങ്ങനെ പറഞ്ഞാലും ജീവൻ തിരിച്ചു തന്നത് മാതാവ് ഇടപെട്ടുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും ഡോക്ടേഴ്സ് ഇവളെ കാണുമ്പം എങ്ങനെ ഞങ്ങളുടെ ഒരു മിറാക്കിൾ ചൈൽഡാണ്. കാരണം ആർക്കും ഒരു ഡോക്ടേഴ്സിനും പ്രതീക്ഷയില്ലായിരുന്നു. ഒരു കുഞ്ഞാണ്. അവിടെ വന്നിരുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഡിസ്ചാർജ് ചെയ്ത് പോയാലും ഇവൾ അവിടെ കിടക്കുമായിരുന്നു. അവിടെ വരുന്നവരെല്ലാവരും ഇവൾ സുഖപ്പെടുത്തി വിടുന്നത് പോലെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയൊരു കുഞ്ഞാണ് മേരി. ഇവളെ തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ ഇവളെയും കൊണ്ട് ഞങ്ങളെല്ലാവരും ഓഗസ്റ്റിൽ വന്നായിരുന്നു, ഓഗസ്റ്റ് 2-ാം തീയതി. പക്ഷേ അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ മാതാവിനെ സമർപ്പിച്ചിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടാണ്, തീർത്ഥാടക ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ആ ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗമായിരുന്നു ഞങ്ങൾക്ക് റെൻറ്റിന് വീട് കിട്ടുന്നില്ലായിരുന്നു ഓസ്ട്രേലിയയിൽ. ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചിട്ട്, ഞാൻ ആക്ച്വലി വർക്കിംഗ് അല്ല, അപ്പോൾ ജോർജിൻ്റെ ഇൻകമിൽ മാത്രം വരുന്ന ഒരു സിംഗിൾ ഇൻകമിൽ വരുന്ന ഒരു സംഭവം. അപ്പം അത് ഒത്തിരി പേര് റിജക്റ്റ് ചെയ്യുമായിരുന്നു ഞങ്ങളുടെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഫാമിലി വഴി തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു, നിയോഗമിട്ട് ഇവിടുന്ന് 12 മണിക്ക് പോയി. 3 മണി ആയപ്പോഴത്തേക്കിനും ആ വീടിൻ്റെ കൺഫർമേഷൻ വന്നു. ഞങ്ങൾക്ക് വീട് റെൻറ്റിന് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വഴി തന്നെ അത് കിട്ടി. മാതാവ് ഓരോരുത്തരെ ഉപയോഗിക്കുകയായിരുന്നു. അതിൽ സ്പെഷ്യലി മാതാവിൻ്റെ ടൈം ഷോർട്ടനിങ് ആണ് ഞങ്ങളുടെ സാക്ഷ്യത്തിൽ മുഴുവനും. ആ ഒരു ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ വീടാണത്. കാരണം ഞങ്ങളുടെ ഫൈനാൻഷ്യൽ ഇതിൽ ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റാത്തതും അങ്ങനൊരു വീടാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മാതാവ്. അതിനും ഒത്തിരി നന്ദി പറയുന്നു. മൂന്നാമതായിട്ടുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് PR ലഭിച്ചതാണ്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ
ജോർജിൻ്റെ പ്രൈമറി ആപ്ലിക്കൻ്റ് ആയിട്ടാണ് വച്ചിരുന്നത്. ഞങ്ങൾക്ക് 491 സ്റ്റേറ്റ് വിസയ്ക്ക് വേണ്ടിയായിരുന്നു വച്ചിരുന്നത്. അപ്പം ഈയിടെയായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ടൈംസ് പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുക. സാധാരണ അത് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ സമയത്തിന് അവർ പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങളോട് 3 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് 27 to 30 months എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളോട് ഈ ഫെബ്രുവരിയിൽ ഞങ്ങളോട് പറഞ്ഞു, മെയിൽ വന്നു ഏജൻസിയിൽ നിന്ന്, അത് പിന്നെയും പ്രോസസ്സിങ് ടൈം കൂട്ടി ഇപ്പോഴെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവ് ഇടപെട്ടു. അതും ഞങ്ങൾ പ്രാർത്ഥന ഉടമ്പടിയിലെ നിയോഗമായിരുന്നു. പക്ഷേ ഞാനത് അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഒത്തിരി സ്ട്രെസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമുള്ള സംഭവമാണ് ഞങ്ങളുടെ PR. എല്ലാവർക്കും അറിയാം, പുറത്തൊക്കെ താമസിക്കുന്നവർ എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങളുടെ സ്റ്റേ 2027 വരെ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള സ്റ്റേ, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഞങ്ങളുടെ സ്റ്റക്കായിരുന്നു, കാരണം PR അപ്രൂവ് ആകാത്ത കാരണം. പക്ഷേ മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് ഫെബ്രുവരി 13 ഞങ്ങൾക്ക് ഞങ്ങളുടെ PR എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് റീജിയണൽ വിസ സാങ്ഷനായി 491. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ഞങ്ങൾ അറിയാതെ തന്നെ ദൈവപരിപാലനയുടെ ഒരു കൈയായിരുന്നു പരിശുദ്ധ അമ്മ വഴി കിട്ടിയത്. ഞങ്ങളത് കഴിഞ്ഞ് എന്താ പറയുക, മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞങ്ങളിപ്പോൾ വരാൻ കാരണം, എൻ്റെ 4ാമത്തെ സാക്ഷ്യം അതാണ്. വരാൻ കാരണം എൻ്റെ പപ്പയ്ക്ക് കിട്ടിയ ഒരു വലിയൊരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. പരിശുദ്ധ അമ്മ ഇടപെട്ടതാണ്. കൃപാസന അമ്മ പപ്പയ്ക്ക് ഫെബ്രുവരി 25-ാം തീയതി ഈ വർഷം പപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്കായി, മാസീവ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്തെല്ലാം ഉടമ്പടി തേന് കൊടുക്കുന്നുണ്ടായിരുന്നു. സമയത്ത് പപ്പ അത് കഴിച്ചത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ വരെ എത്തിയത്. നടന്നു പോയതാണ് പപ്പ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അവിടുന്ന് ഡോക്ടർ ECG എടുത്തപ്പം കംപ്ലീറ്റ്ലി അബ്നോർമലാണ്. ഇത് ഇവിടെ മാസീവായിട്ട് ഹാർട്ട് അറ്റാക്ക് വരികയാണ്, ഈ ഗേറ്റ് പോലും കടക്കുമെന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് മമ്മിയും പപ്പയും പറഞ്ഞു വിട്ടത് വലിയ ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ആ ഡോക്ടറിൻ്റെ കാറിൽ തന്നെയാണ് കയറ്റി വിട്ടത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് പപ്പയ്ക്ക് ഛർദിലുണ്ടായി. അങ്ങനെ പപ്പ ഹാർട്ട് അറ്റാക്ക് പപ്പ പോവുമായിരുന്നു. പക്ഷേ എന്തോ മാതാവിൻ്റെ ഇടപെടൽ കാരണം ഫുൾ ഡോക്ടേഴ്സിൻ്റെ ടീം അന്ന് അവിടെ റെഡിയായിരുന്നു. വാതിക്കൽ തന്നെ പല ഇടപെടൽ കാരണം, പല കാര്യങ്ങൾ മാതാവ് അറേഞ്ച് ചെയ്യുന്നത് കാരണം ഡോക്ടേഴ്സിൻ്റെ ടീം റെഡിയായിരുന്നു. പപ്പേനെ ഇമ്മീഡിയറ്റ്ലി CCUലേക്ക് കൊണ്ടുപോയി. പപ്പയ്ക്ക് ഷോക്ക് കൊടുത്തു. പക്ഷേ ഷോക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പയ്ക്ക് 3-4 അറ്റാക്ക് വന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പപ്പയ്ക്ക് എന്താ പറയുക, പപ്പയുടെ പൾസ് ഡെഡായി. പപ്പ ഇല്ലായിരുന്നു 1 മിനിറ്റത്തേക്ക് എന്നാണ് പറയുന്നത്. അവർ ഡോക്ടേഴ്സ് പുറത്ത് വന്ന് ഡിക്ലെയർ ചെയ്യാനിരിക്കുകയായിരുന്നു പപ്പ മരിച്ചു എന്നുള്ള രീതിയിൽ. പക്ഷേ മാതാവ് അവിടെയും ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു തന്നു. ഉടമ്പടിയുടെ സംരക്ഷണമാണ് അവിടെയും കിട്ടിയത്. ഞാൻ ഓസ്ട്രേലിയയിൽ അറിഞ്ഞുകൊണ്ട് ഉടനെ ഞാൻ ഉടമ്പടി തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാതാവ് തിരിയുടെ നാളത്തിൽ ഹാർട്ട് ആയിട്ട് കാണിച്ചു തന്നു. ഞാനതിവിടെ കാണിക്കാം. ഹാർട്ടിന് നാളം ആളുന്നതായിട്ട്, ലൈക്ക് ഹാർട്ട് ബീറ്റിങ് പോലെ തന്നെയായിരുന്നു അത് കിടന്ന് ബീറ്റ് ചെയ്തത്. ഞാനത് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. അവിടെ ആരെയും കാണിക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. കാരണം പപ്പ അത്രയും ക്രിട്ടിക്കലായിരുന്നു. ഇവിടെ നിന്നെല്ലാം ഫോൺ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ പാസ്പോർട്ട്, അതിന് മാതാവിൻ്റെ വേറൊരു ഇടപെടൽ, പാസ്പോർട്ട് ഞങ്ങളുടെ റിന്യൂവലിന് സബ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പാസ്പോർട്ട് എങ്ങനെയോ മാതാവ് തിരിച്ച് കൗൺസിലേറ്റ് ചെന്ന്, ഞങ്ങൾ എംബസി ചെന്ന് തിരിച്ച് വിഡ്രോ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അതും മാതാവ് ഇടപെട്ട് ഞാൻ കൃപാസനത്തെ ഇവിടുത്തെ 5:30 പ്രാർത്ഥന അവിടെ 11 മണിക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറയുന്നത് പാസ്പോർട്ട് ഉണ്ട്, ഇവിടുന്ന് പോയിട്ടില്ല, ക്യാൻസലായിട്ടില്ല. ക്യാൻസലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും വരാനേ പറ്റത്തില്ലായിരുന്നു. 10-25 ദിവസത്തേക്ക് ഞങ്ങളുടെ ട്രാവൽ മുടങ്ങിയാനെ. എന്നിട്ട് ആ പാസ്പോർട്ട് കൊണ്ടു തന്നത് മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള ഒരു ഷർട്ട് ഇട്ട ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് ആ പുള്ളി ഞങ്ങളോട് ഒത്തിരി നല്ലതായിട്ട് സംസാരിച്ച് ഞങ്ങളോട് പറഞ്ഞു ഒരു പോകുന്ന കാര്യവും പാസ്പോർട്ട് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു കാര്യവും പിന്നെ ഞങ്ങൾക്ക് PR ഇപ്പോൾ ഗ്രാൻറ്റ് ആയത് കാരണമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾ ടെമ്പററി വിസയിലായിരുന്നു. ഇപ്പോൾ യുദ്ധം കാരണം ടെമ്പററി വിസയിലുള്ള ഒത്തിരി പേരെ അവർ ഫസ്റ്റ് സ്ക്രീൻ ചെയ്ത് ഇത് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയും പരിശുദ്ധ അമ്മ ഓരോന്നറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ പപ്പയുടെ സർജറി, പപ്പ ഇവിടെ ഇല്ലാത്തത് കാരണം
പറയാൻ പറ്റത്തില്ല. പക്ഷേ മാതാവ് ഇടപെട്ടാണ് പപ്പേനെ തിരിച്ചു തന്നതെന്നും എല്ലാത്തിനും പപ്പയുടെ ജീവൻ തിരിച്ചു തന്നതിനും സർജറി സക്സസ്ഫുൾ ആയതിനും എല്ലാം ഒത്തിരി നന്ദി പറയുന്നു. പരിശുദ്ധ ഈ മാതാവിനും തിരുക്കുമാരനും ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിനും ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് രോഗികളെ സന്ദർശിക്കുന്നുണ്ട്, വിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ട്. വിശ്വാസമില്ലാത്തവർക്ക് സാമ്പത്തികമായിട്ട് രോഗികളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ചാരിറ്റി ഉണ്ട്. ആ ചാരിറ്റിയിൽ എപ്പോഴും ഞങ്ങൾ പോകാറുള്ളവരാണ്. മീൻസ് അവിടെ ഓർഫൻസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണുള്ളത്. അവരെ എല്ലാവർക്കും പോയി ശുശ്രൂഷിക്കാനൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതമായിട്ട് വിശുദ്ധ കുർബാന, കുമ്പസാരം മാസത്തിലൊരിക്കലാണ്. പിന്നെ വിശുദ്ധ കുർബാന ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞങ്ങൾ പോകാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ബൈബിൾ വായന, ഞങ്ങൾ ഒത്തിരി ശുദ്ധീകരിക്കുന്ന സമയമായിരുന്നു ഇതെല്ലാം. അതിലെല്ലാം ഈശോയോടൊക്കെ ഒത്തിരി അടുക്കാനും മധ്യസ്ഥ പ്രാർത്ഥന ഒത്തിരി നടത്തി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് ഒത്തിരി ദൈവത്തെ വിട്ട് ഒരു സമയം, അല്ലെങ്കിൽ ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ആത്മീയ ജീവിതം ഒത്തിരി ഡിസ്റ്റർബ് ആവുമായിരുന്നു. അതൊന്നും ഡിസ്റ്റർബ് ആവാതെ ഉടമ്പടിയിലായതുകൊണ്ട് മാത്രമാണ് എനിക്ക് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അതിനും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും പ്രത്യേകമായി കൃപാസനം എന്ന സ്ഥാപനത്തിനും എല്ലാത്തിനും ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നന്ദി. ഉയരത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. സങ്കീർത്തനം 18:16 വചനമാണ്. ദൈവം തൻ്റെ ജനത്തെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിന്ന്, ആഴങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആഴമുള്ള വെള്ളം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രത്യാശയില്ലാത്ത സാഹചര്യങ്ങളും പ്രതീക്ഷയില്ലാത്ത സമയങ്ങളുമാവാം. ആ സമയങ്ങളിലാണ് ദൈവം നമ്മെ കൈനീട്ടി പിടിക്കുന്നത്. ഉടമ്പടി ഒരു വലിയ ആത്മീയ വിശ്വാസ ബന്ധമാണ്. ചിലപ്പോൾ ജീവിതത്തിൽ നാം ആഴമുള്ള പെരുവെള്ളത്തിൽ വീഴാം. പക്ഷെങ്കിൽ ഉടമ്പടി വിശ്വാസമാണ് നമ്മെ വീണ്ടും പിടിച്ചുയർത്തുന്നത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കൃപാസന അമ്മയാണ് നമ്മളോടൊപ്പം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ഉയർത്തുന്നത്, നമ്മളെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും തരണം ചെയ്യുവാനായിട്ട് അമ്മയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ജിനു ജോയ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയപ്പോൾ കൊച്ചുമകൾ ഈ ബേബിയുടെ കാര്യമാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടിയിൽ വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഈ കുട്ടിയുടെ ശരീരം മുഴുവനായിട്ട് ബ്ലൂ ആയി പോയി. പിന്നീട് ഒത്തിരി വലിയ ബ്രീതിങ് ട്രബിളും ബോഡിയാകെ പെയിലായിപ്പോയി. പെട്ടെന്ന് ജനിച്ചപ്പോഴേ ട്രാൻസ്ഫർ ടു ദ NICUയിലേക്കാണ്. ലങ്സ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ മാതാവ് തന്നെയാണ് ഈ മകൾക്ക് 5 കാണിച്ചു കൊടുത്തത്. 5ാമത്തെ ദിവസം രോഗം സൗഖ്യപ്പെടുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു വിശ്വസിച്ചു. പക്ഷെങ്കിൽ അന്നൊരു ഹാർട്ട് അറ്റാക്ക് ആകുകയായിരുന്നു. സഞ്ചാരി മാതാവ് വീണ്ടും ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു. പിന്നീട് ഇവർ മാർച്ച് 17 എനിക്ക് എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ കയ്യിൽ ലഭിക്കണമേ എന്ന് പ്രത്യക്ഷീകരണപ്പെട്ട കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 17 എന്ന ഡേറ്റ് ഇട്ടതിൽ 7 എന്ന നമ്പറുണ്ട്, അമ്മയുടെ ഡേറ്റാണ്. അതിന് പ്രകാരം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് മാർച്ച് 17-ാം തീയതിയാണ് ഈ മകളെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞത് കാണ്ട് എക്സ്പ്ലെയിൻ എന്നാണ്. കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു രീതിയിലാണ് പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുകയും ഈ മകൾ ഇമേനെ അമ്മയുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് കംപ്ലീറ്റ് ഹീൽഡായിട്ട് കൊടുക്കുകയും ചെയ്തത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് ഒരു റെൻറ്റ് ഹൗസിന് വേണ്ടി ഓസ്ട്രേലിയയിൽ ശ്രമിച്ചു, അത് കിട്ടി. PR-ന് വേണ്ടിയിട്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും 2 വർഷം കഴിഞ്ഞു കിട്ടാവുന്ന PR ആണ് 1 വർഷത്തിനുള്ളിൽ അവിടെ ഈ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇടപെട്ടത്. ആ മകളുടെ പ്രൊസീഡിങ്സ് എല്ലാം എത്രയും പെട്ടെന്ന് നടക്കുവാനും 2 വർഷത്തിനുള്ളത് 1 വർഷം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നടത്തി കൊടുക്കുകയും ചെയ്തത്. ഇവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്.
പ്രാർത്ഥനയിൽ മെഴുകുതിരിയിൽ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. ഹാർട്ടിൻ്റെ രൂപത്തിൽ അവിടെയും അമ്മ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഈശോയിലും അമ്മയിലും വിശ്വാസത്തോടെ നമ്മൾ വിശ്വാസം ഉറപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് കൈനീട്ടി വിളിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് ഉടമ്പടി മക്കളുടെ വിശ്വാസം. പെരുവെള്ളത്തിൽ നിന്ന് നമ്മെ പൊക്കിയെടുക്കുന്ന ഒരു ദൈവമാണ്, നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ അമ്മയുടെയും ഈ ദൈവത്തിൻ്റെയും കൂടെയാണ് നമ്മൾ ജീവിതയാത്ര, ഉടമ്പടി യാത്ര തുടരുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വിശ്വാസത്തോടെ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം മുങ്ങിപ്പോകുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ പിടിക്കുവാൻ നീട്ടിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതം ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കുന്നത് ഒരു കൃപയാണ്. കാരുണ്യവാനായ ദൈവം നമ്മുടെ ജീവിതത്തിലെ ആഴങ്ങളിൽ നിന്ന് നമ്മെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീനു ജോയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ ദൈവാനുഗ്രഹം, പ്രത്യേകിച്ചും ഈ രോഗസൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി.